ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്സാംസിന് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ എക്സാമിനാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 211/2020 ഡിപ്പാർട്ട്മെൻറ്റ് കേരള വാട്ടർ അതോറിറ്റിയിൽ നമ്മുടെ പോസ്റ്റ് നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ ആയിട്ടാണ്. വേക്കൻസീസ് 88 വേക്കൻസീസ് ആണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനിയും എക്സെപ്റ്റ് ചെയ്യാം. ഒരു 1000 വേക്കൻസീസ് വരെ നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാം. നമ്മുടെ സ്കെയിൽ ഓഫ് പേ 20 to 53K വരെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 23/12/2020 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്വാളിഫിക്കേഷൻ IT ആണ് പറഞ്ഞിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ. BTech കഴിഞ്ഞവർക്കും ഡിപ്ലോമക്കാർക്കെല്ലാം ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സിലബസ് വരുന്നിട്ട് നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ സിലബസും പ്ലസ് നമ്മുടെ മെക്കാനിക് ഓട്ടോമൊബൈൽ സിലബസും വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഡിസംബർ 2 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവരെ ഞാൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ആ ഒരു ഇലക്ട്രീഷ്യൻ്റെ സിലബസ് പ്ലസ് നമ്മുടെ ബേസിക് മെക്കാനിക്കലിൻ്റെ ടോപ്പിക്സ് ആണ് ഈ ഒരു എക്സാമിന് വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ 241/2020 ഡിപ്പാർട്ട്മെൻറ്റ് കോഓപ്പറേറ്റീവ് സെക്ടർ. ഇപ്പോൾ നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഗ്രേഡ് 3 ആണ്. സ്കെയിൽ ഓഫ് പേ 8,730 to 13,530 ആണ്. നമ്പർ ഓഫ് വാക്കൻസീസ് 5 ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് ITA ഇൻ ഇലക്ട്രിക്കൽ ആണ്. നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള 23/12/2020 ആണ്. സോ ITA ഇലക്ട്രിക്കൽ ആയിട്ടുള്ളവരെല്ലാവരും ഇത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ITA കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ആ ബാച്ചസ് റണ്ണിങ് ആണ്. ഇതെല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ITA ലെവലിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. ഓക്കെ, അടുത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ 223/2020 ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട് കോഓപ്പറേറ്റീവ് സെക്ടറിലാണ്. നെയിം ഓഫ് ദി പോസ്റ്റ് വന്ന് ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ആയിട്ടാണ്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 13 to 24 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ഓക്കെ, നമ്പർ ഓഫ് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1 ആണ്. നമുക്കിതും ഇനിയും എക്സ്പെക്റ്റ് ചെയ്യാം വാക്കൻസീസ്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 23/12/2020. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചിട്ടുള്ള കാറ്റഗറി നമ്പർ 198/2020 PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പോസ്റ്റ് നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ട് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ആണ്. സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 26K to 56K വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 4 വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ ബേസിക് ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പം പുതുതായിട്ടൊരു ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 വിളിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. ഡിസംബർ 2 ആണ് അതിൻ്റെ എക്സാം. നമ്മൾ അതിൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. 5 ബാച്ചസ് റണ്ണിങ് ആണ്. ഓക്കെ, നമ്മുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സിലബസ് അനുസരിച്ചുള്ള എല്ലാ പോർഷൻസും കവർ ചെയ്തു. അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും നോട്ട്സും എല്ലാം കുട്ടികൾ കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്ന് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കെയിൽ ഓഫ് പേ വന്നിട്ട് 39K to 83K വരെയാണ്. സോറി, ഒരു ഇതും കൂടെ ഉണ്ടേ, വിട്ടുപോയതാണ്, ഒരു പൂജ്യം കൂടെ ഉണ്ട്. 83K വരെയാണ് നമ്മുടെ സാലറി വരുന്നത്. നമ്പർ ഓഫ് വാക്കൻസീസ് ആൻറ്റിസിപ്പേറ്ററി ആണ്, അതായത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഇഷ്ടംപോലെ വാക്കൻസീസ് പ്രതീക്ഷിക്കാം. സോ നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 നമ്മുടെ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിസംബർ 2 മുതൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പോളിടെക്നിക് ലെക്ചറിൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ അതിൻ്റെ കോച്ചിങ്ങും നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നുണ്ട് ടെലഗ്രാമിൽ. അത് നമ്മുടെ പോർഷൻസ് പകുതിയോളം ആയിട്ടുണ്ട്. സോ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഏതൊക്കെയാണ് നടക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. ITA ഇലക്ട്രീഷ്യൻ്റെ നമ്മളൊരു കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ITA ലെവലിലെ കോച്ചിങ് ആണ് കൊടുക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ITA ലെവൽ കോച്ചിങ് ആണ് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവർ വിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സബ് എഞ്ചിനീയർ, AE, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇതിൻ്റെ എല്ലാം കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവരൊക്കെ കാണുക. നമ്മൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഒരു പുതിയ ബാച്ച് നമ്മൾ ഡിസംബർ 2 മുതൽ തുടങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സബ് എഞ്ചിനീയറും AEയുടെയും ഇത് 3 നമ്മൾ ഒരുമിച്ചാണ് കോച്ചിങ് കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എല്ലാം സെയിം സിലബസ് ആണ് വരുന്നത്. ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം സബ് എഞ്ചിനീയർ ഡിപ്ലോമ ലെവലായിരിക്കും. സബ് എഞ്ചിനീയർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പോർഷൻസ് വരുന്നില്ല. അത്രയും ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഈ 3 കൂടെ ഒരുമിച്ചാണ് കോച്ചിങ് കൊടുക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ആയുള്ളൂ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പോളിടെക്നിക് ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് കോച്ചിങ് നടത്തി വരുന്നുണ്ട്. ഞാനൊരു 60 ഡേയ്സിന് സ്റ്റഡി ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് നമ്മുടെ കോച്ചിങ് പോകുന്നത്. ആ ടൈം ടേബിളുള്ള എല്ലാ പോർഷൻസും അതിൻ്റെ തിയറി ക്ലാസ്, ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ് നമ്മൾ കോർ സബ്ജക്റ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഡീറ്റെയിൽ
ഡീറ്റെയിൽ ആയിട്ട് തിയറി ക്ലാസ്സും അതുപോലെ അതിൻ്റെ MCQ ക്വസ്റ്റ്യൻസും നോട്ട്സും എല്ലാം കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1-ൻ്റെ കോച്ചിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ സിലബസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ റിവിഷനാണ് കൊടുക്കുന്നത്, 2 ആഴ്ച റിവിഷൻ കൊടുക്കുകയാണ് കുട്ടികൾക്ക്. സോ അതും കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ നമ്മുടെ SSC JEയുടെ ഇലക്ട്രിക്കൽ മാർച്ചിൽ വരുന്ന എക്സാമാണ്, അതിനും നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ മാത്രമേ ഉള്ളൂ അതിൽ കോച്ചിങ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ നമ്മൾ ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ എല്ലാം ടെക്നിക്കൽ എക്സാംസിനും നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള എല്ലാ ടെക്നിക്കൽ എക്സാംസിനും ഈ പ്രാവശ്യം മുതൽ നമുക്ക് GK ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. സോ എല്ലാ ടെക്നിക്കൽ എക്സാംസിനും കോച്ചിങ് കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയുള്ളവരെല്ലാം കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോച്ചിങ് ഡീറ്റെയിൽസ് ഒന്ന് ടെലഗ്രാമിലാണ് കോച്ചിങ് വരുന്നത്. ഓൺലൈനായിട്ട് കോച്ചിങ്, അതായത് ലൈവ് ക്ലാസ്സസ് ഒന്നുമില്ല. എല്ലാം റെക്കോർഡഡ് തിയറി ക്ലാസ്സാണ്. വർക്ക് ചെയ്യുന്നവർക്കും പാർട്ട് ടൈം ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക്